എന്തായിരുന്നു ഒരു PR ടോപ്പിക് വന്നത്? അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. തീർച്ചയായിട്ടും 16 ലക്ഷം. അയ്യോ ഞാൻ പറയാം ഞാൻ പറയട്ടെ. ഞാൻ വന്ന ടൈമിൽ PR കളിയാക്കുന്നുണ്ട്. സ്വാഭാവികം. ഞാൻ ആടുത്തും എനിക്ക് PR ഇല്ല എന്ന് ഞാൻ ആരും പറഞ്ഞില്ല. ഞാൻ എല്ലാം ചിരിച്ച് കളയത്തുള്ളൂ. ഇവിടെ വരുന്നതിന് മുന്നേ എനിക്കറിയാം എല്ലാവർക്കും PR ഉള്ളതെന്ന്. എന്നിട്ട് എനിക്ക് വേണമെങ്കിൽ വിളിച്ച് പറയാമായിരുന്നു, പക്ഷെ ഞാൻ മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വെറുതെ ചിരിപ്പിക്കരുത്. ഇല്ല, ഈ PR എടുത്തിട്ടുള്ളവർ തന്നെ എന്നെ കളിയാക്കുന്നുണ്ട് PR എന്ന്. എനിക്കിതിരി ദണ്ണുണ്ട്. അപ്പം എന്നെ ഈ PR ഇവിടെ വരുന്നതിന് മുന്നേ കുറേ പേര് ആരെ പറ്റി ഈ പറയുന്നത്? ഒരു 10-25 പേരെങ്കിലും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കിപ്പം കുറച്ച് വിടല് കൂടിയണല്ലേ? അപ്പൊ ഇങ്ങനെ PR അനു പേയ്മെന്റ് ഒന്നും തരണ്ടാന്ന് പോലും പറഞ്ഞവരുണ്ട്. ഒരു 3-4 പേര് നീ കൊള്ളാമല്ലോടി പെണ്ണേ. ഫെയിം മാത്രം മതി, അനുവിന ഇവിടം വരെ എത്തിച്ചു, ഇത്ര ദിവസം വരെ നിർത്തി. അഹങ്കാരം പറയല്ലേട്ടോ. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് ഹോ എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റ് നിന്നു. അവിടെ വന്ന് ഞാൻ മിണ്ടാതെ വെറുതെ എവിടെയെങ്കിലൊക്കെ ഇരുന്ന് കഴിഞ്ഞ PR ഒരിക്കലും എന്താ പറയണ്ടേ ജയിപ്പിച്ചെടുക്കാം. അതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ? അതിലൊരു ബുദ്ധിമുട്ടും ഇല്ല. അത് വിശ്വസിപ്പിക്കുന്ന കാര്യം ഞാൻ അതങ്ങനെ എത്ര ലക്ഷം ഇനി 50 ലക്ഷം കൊടുത്താലും നമുക്ക് ജയിപ്പിച്ചെടുക്കാൻ പറ്റില്ല. അവിടെ എന്തെങ്കിലും ചെയ്യണം നമ്മള്. ഫുൾ എന്റർടൈനർ ആയിട്ട് നിൽക്കണമെന്നാണ് ആഗ്രഹമായിരുന്നത്. എല്ലാം എന്റർടൈൻമെന്റ്, ഇതും എന്റർടൈൻമെന്റ് ആണ്. ആണോ? അതെ, ശരിക്കും എന്താ പറയണ്ട, ഞാൻ ശരിക്കും ജീവിക്കുകയായിരുന്നു കേട്ടോ വീട്ടില്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. ഞാനൊരു സാധാരണ പ്രേക്ഷക എന്നുള്ള നിലയ്ക്ക് ഒരു സംശയം ചോദിക്കട്ടെ. പിന്നെന്താ? വിത്ത് പ്ലഷർ. ഇവനിപ്പോ ഈ കപ്പ് കിട്ടിയില്ലേ, അത് PR മേടിച്ചെന്നാണോ? എടി, ഞാൻ രാവിലെ വാങ്ങി തന്ന ഐസ്പോട്ടിന്റെ തൊണ്ടേന്നിറങ്ങിയ ഇല്ലെങ്കിൽ ഒരു കോരിട്ട് കുത്താനാ നന്ദിയില്ലാത്ത പൂത്താങ്കാളി. ഞാൻ കഷ്ടപ്പെട്ടു, ഞാൻ അത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ട് അവിടെ. ബിഗ് ബോസിനൊക്കെ മനസ്സിലാവും അവിടെ ഞാൻ കിടന്ന് അനുഭവിക്കുന്ന എന്തൊക്കെയാണ്. പറഞ്ഞു എനിക്ക് PR ഉണ്ട്. PR ഉണ്ട്, അതിനിപ്പോ എനിക്ക് പറയുന്ന ഒരു പ്രശ്നമില്ല. ഞാൻ ഈ പറഞ്ഞ 15-16 ലക്ഷങ്ങളൊന്നും വാരി അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറയുള്ളൂ. പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് കപ്പ് കിട്ടുമെന്ന്. പക്ഷെ എനിക്കറിയാം ഞാൻ ഇവിടെ നന്നായിട്ട് നിന്നിട്ടുള്ളൂ, ജെന്യൂനായിട്ട് നിന്നിട്ടുള്ളൂ എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു.